Hi, welcome to Annals by NADI. Today we will discuss about the topic IGNOU BPCC 104 Statistical Methods Spearman's Rank Correlation ആണ്. സോ സ്പിയർമാൻ റാങ്ക് കൊറിലേഷൻ നമുക്ക് എക്സാമിന് വരുന്നത് ഡാറ്റ വെച്ചിട്ടായിരിക്കും. സോ നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് അത് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. സോ സ്പിയർമാൻ്റെ റാങ്ക് കൊറിലേഷൻ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. കൊറിലേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്പിയർമാൻസ് റാങ്ക് കൊറിലേഷൻ. ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് സ്പിയർമാൻസ് റോ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റ എ, ഡാറ്റ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡാറ്റയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ടാബുലേറ്റ് ചെയ്തെടുത്ത് എഴുതണം. സോ നമ്മൾ ഡാറ്റ എക്ക് നമ്മൾ x1 എന്നും അതുപോലെ ഡാറ്റ ബിക്ക് x2 എന്നും കൊടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് എക്സും വൈയും ആയിട്ട് കൊടുക്കാം. ഡാറ്റ എനെ നമുക്ക് എക്സ് ആക്കിയിട്ട് കൊടുക്കാം, ഡാറ്റ ബീനെ വൈ ആക്കിയിട്ടും കൊടുക്കാം. സോ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഡാറ്റ എനെ x1 ആക്കിയിട്ടും ഡാറ്റ ബീനെ x2 ആക്കിയിട്ടുമാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇക്വേഷനിൽ ചെയ്യാനും എളുപ്പമായിരിക്കും. സോ പിന്നെ റാങ്ക് നമ്മൾ കൊടുക്കണം. ഇത് റാങ്ക് കൊറിലേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സ്പിയർമാൻ്റെ റാങ്ക് കൊറിലേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഡാറ്റയുടെയും റാങ്ക് നമ്മൾ കാണണം. R1 എന്നും R2 എന്നും കാണണം. സോ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിലാണ് റാങ്ക് കൊടുക്കുന്നത്. അതായത് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ആൾക്ക് ഞാൻ ഫസ്റ്റ് റാങ്ക് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്, അസെൻഡിങ് ഓർഡറിൽ ചെയ്യുകയാണ്. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, സോ അസെൻഡിങ് ഓർഡറിലാണ് ഇവിടെ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ലെസ് മാർക്ക് കിട്ടിയ ആൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. 7 മാർക്കാണ് x1ലുള്ളത്. 7 മാർക്ക് കിട്ടിയ ആൾക്ക് ഫസ്റ്റ് R1 ആയിട്ട് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. പിന്നെ അടുത്തത് സെക്കൻഡ് റാങ്ക് കൊടുത്തത് 8 മാർക്ക് കിട്ടിയ ആൾക്ക് അല്ലേ. അടുത്തത് 8 മാർക്കിന് ശേഷം വരുന്നത് ഏതാ നോക്കുക. മൂന്നാമത്തെ റാങ്ക് കൊടുക്കുന്നത് 10 മാർക്ക് കിട്ടിയ ആൾക്കാണ്. നാലാമത്തെ റാങ്ക് 12 മാർക്ക് കിട്ടിയതിന്. അഞ്ചാമത്തെ റാങ്ക് കൊടുത്തത് 15 മാർക്ക്. അതിന് ശേഷം വരുന്ന നമ്പർ ഏതാ നോക്കുക. ആറാമത്തെ റാങ്ക് കൊടുത്തത് 18 മാർക്ക് കിട്ടിയ ആൾക്കാണ്. പിന്നെ ഏഴാമത്തെ റാങ്ക് കൊടുക്കുന്നത് 21 മാർക്ക് കിട്ടിയ ആൾക്കാണ്. പിന്നെ അടുത്ത റാങ്ക് എട്ടാമത്തെ റാങ്ക് കൊടുക്കുന്നത് 25 മാർക്ക് കിട്ടിയ ആൾക്കാണ്. പിന്നെ ഒൻപതാമത്തെ റാങ്ക് 26 മാർക്കിന്, 28 മാർക്കിന് 10ാമത്തെ റാങ്കും. അങ്ങനെ നമ്മൾ R2 കാണണം. ഫസ്റ്റ് റാങ്ക് ഏറ്റവും കുറഞ്ഞത് 11 ആണ്. അപ്പോൾ അതിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. പിന്നെ അതിന് ശേഷം വരുന്നത് 12 ആണ്. അതിന് രണ്ടാമത്തെ റാങ്ക് കൊടുത്തു. തേർഡ് റാങ്ക് കൊടുക്കുന്നത് 14നാണ്. x2ൽ 14ആണ് അടുത്തത് വരുന്നത്. അപ്പം മൂന്നാമത്തെ റാങ്ക് 14 വന്നതിന് കൊടുത്തു R2. നാലാമത്തെ റാങ്ക് കൊടുത്തത് 16 മാർക്ക് കിട്ടിയ ആൾക്കാണ് നാലാമത്തെ റാങ്ക്. 16ന് ശേഷം വരുന്നത് ഏതാണ്? നാലാമത്തെ റാങ്ക്. അഞ്ചാമത്തെ റാങ്ക് 18 മാർക്ക് കിട്ടിയ ആൾക്കാണ് അഞ്ചാമത്തെ റാങ്ക് കൊടുക്കുന്നത്. അതിന് ശേഷം വരുന്നത് ആറാമത്തെ റാങ്ക് 20 മാർക്ക് കിട്ടിയ ആൾക്കാണ്. പിന്നെ ഏഴാമത്തെ റാങ്ക് കൊടുക്കുന്നത് 22 മാർക്ക് കിട്ടിയ ആൾക്കാണ്. അതിന് ശേഷം എട്ടാമത്തെ റാങ്ക് കൊടുക്കുന്നത് 23ന്, അതുപോലെ 9 കൊടുക്കുന്നത് 27 മാർക്ക് കിട്ടിയ ആൾക്കാണ്. 10ാമത്തെ റാങ്ക് 30 മാർക്ക് കിട്ടിയ ആൾക്ക്. സോ അങ്ങനെ നമ്മൾ റാങ്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്ത് എഴുതണം. സോ റാങ്ക് നമ്മൾ R1ഉം കണ്ടു, R2ഉം കണ്ടു. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ റാങ്കുകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കണം. റാങ്കുകൾ തമ്മിൽ ഡിഫറൻസ് എങ്ങനെ എടുക്കും? R1 മൈനസ് R2 എന്നോ അല്ലെങ്കിൽ R2 മൈനസ് R1 എന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ R1 മൈനസ് R2 ഡിഫറൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇക്വേഷനിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഒരു ടാബുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ടേബിളിൽ നമ്മൾ ഈ കാണുന്ന വാല്യൂസ് മൊത്തം നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. സോ R1 മൈനസ് R2 കാണുന്ന സമയത്ത് 7 മൈനസ് 3 4 കിട്ടും. 1 മൈനസ് 8 മൈനസ് 7 കിട്ടും. 4 മൈനസ് 6 മൈനസ് 2 കിട്ടും. 6 മൈനസ് 5 1 കിട്ടും. 5 മൈനസ് 7 മൈനസ് 2 കിട്ടും. 2 മൈനസ് 9 മൈനസ് 7 കിട്ടും. 8 മൈനസ് 2 6 കിട്ടും. 3 മൈനസ് 10 മൈനസ് 7 കിട്ടും. 9 മൈനസ് 4 5 കിട്ടും. 10 മൈനസ് 1 9 കിട്ടും. സോ നമ്മൾ R1 മൈനസ് R2 കണ്ടു, അതായത് ഡിഫറൻസ് ആണ്, D എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് R1 മൈനസ് R2ൻ്റെ സ്ക്വയർ എടുക്കണം, അതായത് D സ്ക്വയർ എടുക്കണം. ഡിഫറൻസിൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. സോ നമുക്ക് ഡിഫറൻസിൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് എടുത്തതിന് ശേഷം അതിനെ മൊത്തം നമുക്ക് സം ചെയ്യണം. ഓക്കെ, സമ്മേഷൻ ഓഫ് ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം.
അവിടെ ഡിഫറൻസിൻ്റെ സ്ക്വയറാണ് എഴുതിയത്. അതിനകത്ത് ഡി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് d⁻². ഓക്കെ, ടി സ്ക്വയറാണ്. ഡിഫറൻസിൻ്റെ സ്ക്വയർ എടുക്കുകയാണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16, 7ൻ്റെ സ്ക്വയർ 49 ആണ്. -7 × -7 എന്ന് പറയുമ്പോൾ മൈനസ് രണ്ടും പ്ലസ് ആയിട്ട് മാറും. നമ്മൾ പഠിച്ചതാണ്. സോ 49 സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസുള്ള ഏത് സംഖ്യേനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്തും അതെന്ത് ചെയ്യും, അത് പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സൈനൊക്കെ ഇവിടെ ചേഞ്ച് ആവും. സോ -7 × -7 അതായത് 7 സ്ക്വയർ 49, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 7ൻ്റെ സ്ക്വയർ 49, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 5ൻ്റെ സ്ക്വയർ 25, 9ൻ്റെ സ്ക്വയർ 81. സോ നമുക്കിനി ഇതിൻ്റെ ഡി സ്ക്വയറിൻ്റെ മൊത്തം സമ്മേഷൻ എടുക്കണം. അതായത് സിഗ്മ ഓഫ് ഡി സ്ക്വയർ എടുക്കണം. സിഗ്മ ഓഫ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 314 ആൻസർ കിട്ടും. ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് 314 എന്നുള്ള ആൻസർ കിട്ടും. 314 എന്ന് കിട്ടും. സോ നമുക്കിനി ഇക്വേഷനിൽ ഇത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. സോ സിഗ്മ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 314 എന്ന് കിട്ടി. സോ നമുക്ക് സ്പിയർമാൻസ് റോ കാണണം. സ്പിയർമാൻസ് റോ അതായത് സ്പിയർമാൻ്റെ കൊറിലേഷൻ കാണണം. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സ്പിയർമാൻ റോ ഈസ് ഈക്വൽ ടു 1 - 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n × n സ്ക്വയർ -1. അത് മൊത്തം ബ്രാക്കറ്റിലാണ് വരുന്നത്. 1 പുറത്താണ്, ബാക്കിയുള്ളത് മൊത്തം ഒരു ബ്രാക്കറ്റിലാണ് വരുന്നത്. ഇതെല്ലാം കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ 1ൽ നിന്നും മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ സ്പിയർമാൻ റോ ഈസ് ഈക്വൽ ടു 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n × n സ്ക്വയർ -1. ഇവിടെ n-ൻ്റെ വാല്യൂ എത്രയാണ്, 10 ആണ്. എത്ര ഡാറ്റ ഉണ്ട്, ഒബ്സർവേഷൻ എത്ര ഉണ്ടെന്നാണ് n-ൻ്റെ അർത്ഥം. സോ n ഈസ് ഈക്വൽ ടു 10 ആണ്. സോ 1 - 6 × 3 14. അതായത് പിന്നെ അതിനെ സ്ക്വയർ ചെയ്യാൻ പോകരുത്. 314 ഓൾറെഡി നമ്മൾ അതിൻ്റെ ഡി സ്ക്വയറിനെ സമ്മേഷൻ ചെയ്തതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, 314നെ സ്ക്വയർ ചെയ്യരുത്. ഓക്കെ, അത് നമുക്ക് ഇക്വേഷനിൽ ചില ആളുകളൊക്കെ എക്സാമിന് അങ്ങനെ ചെയ്യാറുണ്ട്. സോ 6 × സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓൾറെഡി സമ്മേഷൻ ചെയ്തിട്ടുള്ള 314നെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിനെ 10 × 10 സ്ക്വയർ -1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ 1ൽ നിന്നും മൈനസ് ചെയ്യേണ്ടത്. സോ നമ്മളെപ്പോഴും ചിന്തിക്കുക 1ൽ നിന്നും മൈനസ് ചെയ്യണം മൊത്തം. സോ 6 × 314 എന്ന് പറയുമ്പോൾ ഏകദേശം 1 - 1884 ഡിവൈഡ് ബൈ 10 × 99 ഏകദേശം 1 - 1.90 എന്ന് വരും. സോ അത് -0.90 എന്നാണ് നമുക്കിതിനകത്ത് കൊറിലേഷൻ കിട്ടുന്നത്. നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. എപ്പോഴും ശ്രദ്ധിക്കുക, കൊറിലേഷൻ എന്ന് പറയുന്നത് 1ൽ നിന്നും മൈനസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, 1നേക്കാൾ കൂടുകയില്ല, -1നേക്കാളും കുറയുകയുമില്ല. സോ എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും കൊറിലേഷൻ വരുന്നത് -1നും +1നും ഇടയിലായിരിക്കും. ഒരിക്കലും 2ഉം 3ഉം അല്ലെങ്കിൽ -3ഓ -2ഓ ഒന്നും കൊറിലേഷൻ വരില്ല. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യണം. കാര്യം എക്സാമിനേഷന് നമ്മൾ ചിലപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 1നേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ -1നേക്കാൾ കുറവോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ തെറ്റാന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്കിത് സഹായിക്കും. ആൻസർ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ 2ഓ 3ഓ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊറിലേഷൻ എപ്പോഴും എങ്ങനെ വരുള്ളൂ, -1നും +1നും ഇടയിലേ വരുള്ളൂ. ഇനിയിപ്പോൾ 0 ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 0 കൊറിലേഷനാണ്, അതായത് കൊറിലേഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 0 വരികയാണെങ്കിൽ അവിടെ റിലേഷൻഷിപ്പ് ഇല്ല, കൊറിലേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മൈനസ് വരികയാണെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ നെഗറ്റീവിലേക്കാണ് പോകുന്നത്, നെഗറ്റീവ് കൊറിലേഷനാണ്. അതിൽ പോസിറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കൊറിലേഷൻ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ അങ്ങനെയാണ് ഈ ഒരു കൊറിലേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പിയർമാൻ്റെ റാങ്ക് കൊറിലേഷൻ. അപ്പോൾ ഇത് എക്സാമിന് ഇങ്ങനെ തന്നെയാണ്, ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുക. ഇക്വേഷനിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പഠിക്കണം. സോ നമുക്ക് ടാബുലേറ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, റാങ്ക് കാണുന്നതും അതുപോലെ തന്നെ ഡിഫറൻസ് കാണുന്നതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതേപോലെ ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കണം. അപ്പോൾ ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷനിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് ആദ്യം നോക്കാം. സോ ഇക്വേഷനിൽ ചോദിക്കുന്ന ആ ഒരു ആൻസർ നമ്മൾ ടാബുലാർ കോളത്തിൽ സെറ്റ് ചെയ്യണം. സോ അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.